Welcome to CML Infotech. Today we are talking about default routing from CCNA. So let's say you have R1, R1, R2, R3. Example, you have three routers. You have two networks here. You have two networks here. You have two networks here. Static routing means administrator manually configure about all the unknown network. From R1, you need to write static route for this network, example 23, 22, 23, subnet, 32, 33 subnet. This is 11. This is 172, 16, 22. Default routing means it required a single route. So default route in the rainbow, if there is a single exit WAN interface, single WAN exit router, single WAN exit router. We call it as a stub router. ഒരു റൗട്ടറിന് ഒറ്റ വാൻ എക്സിറ്റ് ഉണ്ടെങ്കിൽ ഇപ്പം R1 നോക്കുവാണെങ്കിൽ ഇത് ലാന്, ഇതും ലാന്, ഇത് വാൻ. R2 നോക്കുവാണെങ്കിൽ ഇത് വാന്, വാൻ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് റൗട്ടറിലേക്ക് പോകുന്ന ലിങ്ക്, ഇത് വാന്, ഇത് ലാന്, 23 ലാൻ. R3-കകത്ത് ഒരു ഇന്റർഫേസ് വാന്, 32-ഉം 33-യും ലാൻ. അപ്പൊ ഇതിൽ മനസ്സിലാക്കേണ്ടത് R2-ന് രണ്ട് വാൻ എക്സിറ്റ് ഇന്റർഫേസ് ഉണ്ട്. അതേസമയം R1-നും R3-ക്കും സിംഗിൾ വാൻ എക്സിറ്റ്. അപ്പൊ ഈ R1-നെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റബ് റൗട്ടർ. ഇവിടെ നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റബ് റൗട്ടർ. R1-നകത്തും R3-കകത്തും നമുക്ക് ഡിഫോൾട്ട് റൗട്ടിംഗ് കോൺഫിഗർ ചെയ്യാം. റീസൺ R1-ഉം R3-യും സ്റ്റബ് റൗട്ടറാണ്. അപ്പൊ ഡിഫോൾട്ട് റൗട്ട് കോൺഫിഗർ ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ സ്റ്റാറ്റിക് റൗട്ടിങ്ങിന്റെ ആവശ്യമില്ല. ഡിഫോൾട്ട് റൗട്ടിംഗ് ഇങ്ങനെ കോൺഫിഗർ ചെയ്യാം. എക്സാമ്പിൾ R1 കോൺഫിഗ്, ഇവിടെ IP route 0000 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി നെറ്റ്വർക്ക് 0000 എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി സബ്നെറ്റ് മാസ്ക് ഇറങ്ങിപ്പോകുന്ന ഇന്റർഫേസ്. ഇപ്പൊ ഇത് 10.1.1.1. ഇത് 10.1.1.2. ഇത് 10.1.1.1. ഈ ഇന്റർഫേസ് 21.1.1. ഇത് 21.1.2. അപ്പൊ ഇവിടെ 21.1.2. ഇത് R1-നകത്ത്. R3-കകത്ത് സബ് റൗട്ടിംഗ് എഴുതുമ്പോൾ R3 config IP router 000 000. R3-കകത്തിന് 20.1.1. ഇതാണ് ഡിഫോൾട്ട് റൗട്ടിംഗ് ഉദ്ദേശിക്കുന്നത്. അതല്ലെങ്കിൽ
R1 അറിയാത്ത 22, 23, 20, 32, 30 എല്ലാത്തിനും ഓരോ ഇൻഡിവിജ്വൽ നെറ്റ്വർക്ക് എഴുതണം. ക്ലിയർ? ഇതിന് വിളിക്കുന്ന പേരാണ് ഡിഫോൾട്ട് റൗട്ടർ. ഡിഫോൾട്ട് റൗട്ടർ റൗട്ടിംഗ് ടേബിളിനകത്ത് എസ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് കാണിക്കും. സ്റ്റാറ്റിക്കിന്റെ ഡിഫോൾട്ട്. നമുക്കതിന്റെ ലാബ് നോക്കാം. ഇതാണ് നമ്മുടെ 3 റൗട്ടർ. R1 അറിയാത്ത 22, 23, 20, 32, 33 ഉണ്ട്. അതിന് പകരം നമുക്ക് R1 എന്ത് വിളിക്കാം? സ്റ്റബ്. സ്റ്റബ് റൗട്ടർ എന്ന് പറയാം. R1 സ്റ്റബ് റൗട്ടർ. R3 സ്റ്റബ് റൗട്ടർ. നമ്മൾ R1 കയറിയിട്ട് ഷോ റൺ സെക്ഷൻ IP റൗട്ട്. ഓൾറെഡി നമുക്ക് ഇത്ര റൗട്ടിംഗ് ഉണ്ട്. ഇതാണ് സ്റ്റാറ്റിക് റൗട്ട്. നമുക്ക് ഇത് റിമൂവ് ചെയ്യണം. അപ്പൊ അതിനെ ഇത് കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് IP route replaced with no IP route. നമുക്ക് ഈ റൗട്ടിങ്ങിന്റെ ആവശ്യമില്ല. ഇത് റിമൂവ് ചെയ്യുക. കോൺഫിഗ് ഇത് റിമൂവ് ചെയ്തു. ഇതിന് പകരം നമ്മൾ IP route any network any subnet mask single enter show IP route. മുൻപ് നമുക്ക് ഇത്ര ഇൻഡിവിജ്വൽ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന് പകരം ഒറ്റ റൗട്ട് സ്റ്റാർ എസ് സ്റ്റാർ എനി നെറ്റ്വർക്ക് എനി സബ്നെറ്റ് മാസ്ക്. ഇതേപോലെ നമ്മൾ R3 ചെയ്യണം. ഷോ IP റൗട്ട്. R3 ഇപ്പൊ ഇത്ര നെറ്റ്വർക്ക് ഉണ്ട്. കോൺഫിഗർ ചെയ്തത് സെക്ഷൻ IP റൗട്ട്. ഇത് നമ്മൾ റിമൂവ് ചെയ്യുക. ഇത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് IP റൗട്ടിനെ നോ IP റൗട്ട് ആയിട്ട് റീപ്ലേസ് ചെയ്യുക. R3 കയറുക. IP route 20 route do right do show IP route start. നമുക്ക് പിങ് ചെയ്താൽ do ping 11. എല്ലാ നെറ്റ്വർക്കിലേക്കും പിങ് ഉണ്ട് 172.16.22 route. പക്ഷെ റൗട്ടിംഗ് ടേബിളിനകത്ത് ഒറ്റ എൻട്രി മാത്രമേ ഉള്ളൂ. ഒറ്റ എൻട്രി മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്കിത് R2 ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ R2
സെൻട്രൽ റൗട്ടറാണ്. R2 സെൻട്രൽ റൗട്ടർ. അപ്പൊ R2വിനകത്ത് 2 വാൻ ഇന്റർഫേസ് ഉണ്ട്. അതുകൊണ്ട് R2വിനകത്ത് ചെയ്യാൻ പറ്റില്ല. ഒരു റൗട്ടറിന് സിംഗിൾ വാൻ എക്സിറ്റ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡിഫോൾട്ട് റൗട്ട് കോൺഫിഗർ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ ഡിഫോൾട്ട് റൗട്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേസമയം നടുക്കുള്ള റൗട്ടിനകത്ത് എല്ലാ കോൺഫിഗറേഷനും ചെയ്യണം. ഇനി നമ്മുടെ ഡിസൈൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. അതായത് R1 R1 R2 രണ്ട് റൗട്ടറുകളും വിചാരിക്കാം. ഇവിടെ കുറേ നെറ്റ്വർക്ക് ഉണ്ട്, ഇവിടെ കുറേ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ ഉദാഹരണത്തിന് ഇവിടെയുള്ള ഒരു നെറ്റ്വർക്ക് വെച്ച് 2.1.1.1 3.1.1.1 4.1 5.1.1. അപ്പോൾ സ്റ്റാറ്റിക് റൗട്ട് ആണെങ്കിൽ R1 എന്ത് എഴുതണം? R1 IP റൗട്ട് 2.0.0.0 പിന്നെ അതിന്റെ മാസ്ക്, പിന്നെ ഇറങ്ങി പോകുന്ന ഇന്റർഫേസ്. അതുപോലെ 3, 4, 5 എല്ലാം എഴുതണം. അതിന് പകരം നമ്മുടെ R1ഉം R2 നമ്മൾ സ്റ്റബ് റൗട്ടറാണ് ചെയ്യുന്നത് വിചാരിക്കാം. സ്റ്റബ്. കാരണം ഈ R1ന് കുറെ ലാൻ ഉണ്ട്, പക്ഷെ ഒറ്റ വാനേ ഉള്ളൂ. അതുപോലെ ഇതിനും കുറെ ലാൻ ഇന്റർഫേസ് ഉണ്ട്, പക്ഷെ ഒറ്റ വാൻ. അപ്പൊ അതുകൊണ്ട് ഇതിന് സ്റ്റബ് എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ R1നകത്ത് IP റൗട്ട് 0.0. പിന്നെ ഇറങ്ങിപ്പോകുന്ന ഇവിടുത്തെ ഇന്റർഫേസ്. എക്സാമ്പിൾ ഇത് ലെറ്റ്സ് സേ 10.1.1.2 ഇത് ഇവിടെ 10.1.1.2 ഇതാകുന്നു. അതേപോലെ R2നകത്ത് IP റൗട്ട് 40.40.10.1.1. ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിഫോൾട്ട് റൗട്ടിംഗ് ആയി. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫോൾട്ട് റൗട്ടിംഗ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ റൗട്ടിങ്ങിനകത്ത് ഒന്ന് സ്റ്റാറ്റിക്, 2 ഡിഫോൾട്ട്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ അഡ്മിൻ മാനുവലി റൗട്ട് ചെയ്യുക. ഡിഫോൾട്ട് റൗട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റബ് റൗട്ടിനകത്ത് റൗട്ട് ചെയ്യുക. മൂന്നാമത്തെ റൗട്ടിംഗ് ആണ് ഡൈനാമിക് റൗട്ടിംഗ്. ഡൈനാമിക് റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ റൗട്ടിംഗ് ത്രൂ റൗട്ടിംഗ് പ്രോട്ടോകോൾസ്. നമ്മൾ മാനുവലി കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. പകരം റൗട്ടിംഗ് പ്രോട്ടോകോളിലേക്ക് നമ്മൾ നെറ്റ്വർക്കിനെ പറഞ്ഞു കൊടുക്കുക. റൗട്ടിംഗ് പ്രോട്ടോകോളിൽ തന്നെ റൗട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ ആ മൂന്നാമത്തെ, അതായത് റൗട്ടിംഗ് പ്രോട്ടോകോൾ അല്ലെങ്കിൽ ഡൈനാമിക് റൗട്ടിംഗ് എന്ന് പറയുന്നതില് നമ്മൾ പറയുന്ന ഡൈനാമിക് റൗട്ടിംഗ്, അതായത് റൗട്ടിംഗ് ത്രൂ റൗട്ടിംഗ് പ്രോട്ടോകോൾസ്. അതിലൊന്നാണ് ഡിസ്റ്റൻസ് വെക്റ്റർ റൗട്ടിംഗ് പ്രോട്ടോകോൾ.
ഇതിന് രണ്ട് പേരാണ്, ഒന്ന് ഡിസ്റ്റൻസ്, ഒന്ന് വെക്റ്റർ. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഹൗ ലോങ് റൗട്ടർ ക്യാൻ സപ്പോർട്ട്, അല്ലെങ്കിൽ എത്ര റൗട്ടർ വരെ സപ്പോർട്ട് ചെയ്യും. അതാണ് ഈ ഡിസ്റ്റൻസ് വെക്ടറിന്റെ അകത്ത് വരുന്ന ഒരു കോൺസെപ്റ്റ്. വെക്ടർ എന്ന് പറയുന്നത് അതിന്റെ മെട്രിക് കോൺസെപ്റ്റ് ആണ്. അതിൽ ഒരു പ്രോട്ടോകോൾ ആണ് ഡിസ്റ്റൻസ് വെക്ടറിനകത്ത് വരുന്ന റിപ്പ്. റിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൗട്ടിംഗ് ഇൻഫർമേഷൻ പ്രോട്ടോകോൾ. ഇത് ഓപ്പൺ സ്റ്റാൻഡേർഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് വെണ്ടറും സപ്പോർട്ട് ചെയ്യും. സിസ്കോ, നോൺ സിസ്കോ ഏത് വേണമെങ്കിലും സപ്പോർട്ട് ചെയ്യും. ഇത് OSI ലെയറിന്റെ ലെയർ 7 വരുന്ന UDP ബേസ്ഡ് പോർട്ട് നമ്പർ 520 ആണ് ഈ പ്രോട്ടോകോൾ. ഈ പ്രോട്ടോകോൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എവറി 30 സെക്കൻഡ്സിന് അപ്ഡേറ്റ് അയച്ചുകൊണ്ടിരിക്കും. അപ്ഡേറ്റ് ഇപ്പൊ എന്താണ് അപ്ഡേറ്റ്? ഉദാഹരണത്തിന് എനിക്കിവിടെ ഒരു റൗട്ടർ ഉണ്ട്, R1 R2, രണ്ട് റൗട്ടർ വിചാരിക്കാം. എൻ്റെ ഇവിടുത്തെ നെറ്റ്വർക്ക് 10.1.1.1, ഇത് 10.1.1.2. എനിക്ക് ഇവിടെ ഒരു ലൂപ്പ് ബാക്ക് ഉണ്ട്, ലൂപ്പ് ബാക്ക് 11. എനിക്ക് ഇവിടെ ഒരു ലൂപ്പ് ബാക്ക് ഉണ്ട്, ലൂപ്പ് ബാക്ക് 22. R1 അറിയാത്ത നെറ്റ്വർക്ക് ആണ് 22. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ R1 റൗട്ടറിനകത്ത് കയറിയിട്ട് ഗ്ലോബൽ കോൺഫിഗറേഷൻ കയറിയിട്ട് റൗട്ടർ റിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. റൗട്ടർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ചാൽ നമുക്ക് അവിടെ യൂസ് വരുന്ന ഒരുപാട് റൂട്ടിംഗ് പ്രോട്ടോകോൾ കാണും. അതിലൊന്നാണ് റിപ്പ്. അങ്ങനെ അടിക്കുമ്പോൾ ഇവിടെ R1 കോൺഫിഗ് റൗട്ടർ എന്ന് പറഞ്ഞിട്ട് വരും. അതായത് റൗട്ടിംഗ് മോഡിന്റെ അകത്ത് കയറും. എന്നിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ്വർക്ക്, ഇതൊരു കമാൻഡ് ആണ്, നെറ്റ്വർക്ക് സ്പേസ് R1 അറിയുന്ന നെറ്റ്വർക്ക്, ഉദാഹരണത്തിന് 10.0.0.0 10.0.0.0 R1 അറിയുന്ന നെറ്റ്വർക്ക്. അടുത്തത് നെറ്റ്വർക്ക് 11.0.0.0 ഇത് R1 ആയോ? അതേപോലെ R2 കയറുക. എന്നിട്ട് റൗട്ടർ ഇതേപോലെ R2 കയറുക. എന്നിട്ട് റൗട്ടർ നെറ്റ്വർക്ക് R2 അറിയുന്ന നെറ്റ്വർക്ക്, ഉദാഹരണത്തിന് 22, ഇനി ഒന്ന് 10. ഇങ്ങനെ R1 അറിയുന്ന നെറ്റ്വർക്കും R2 അറിയുന്ന നെറ്റ്വർക്കും നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ R1 അറിയുന്ന നെറ്റ്വർക്ക് 11ഉം 10ഉം R2 അയച്ചു കൊടുക്കും. R2 റൗട്ടിംഗ് ടേബിൾ നോക്കിയിട്ട് R2 റൗട്ടിംഗ് ടേബിളിനകത്ത് 11 ഇല്ല, അത് R2 റൗട്ടിംഗ് ടേബിളിനകത്ത് എഴുതും. ഇപ്പം ഇതാണ് R2 റൗട്ടിംഗ് ടേബിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ഷോ IP റൗട്ട് എന്ന് പറഞ്ഞിട്ടാണ് അടിക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 11.0.0 നെറ്റ്വർക്ക് R എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ അർത്ഥം R2 റൗട്ടറിലേക്ക് R1 11 നെറ്റ്വർക്ക് റിപ്പ് റൗട്ടിംഗ് പ്രോട്ടോകോൾ വഴി വന്നു. അതേപോലെ R1 റൗട്ടിംഗ് ടേബിളിനകത്ത് R എന്ന് പറഞ്ഞിട്ട് ഏത് നെറ്റ്വർക്ക് ഉണ്ടാവും? 22.0. R1 അറിയാത്ത R2 22 നെറ്റ്വർക്ക് R1 റൗട്ടിംഗ് ടേബിൾ 22.0.0 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാം? R1 ലേക്ക്
R1 അറിയാത്ത 22 നെറ്റ്വർക്കിന് റിപ്പ് കൊടുന്ന് തന്നു. ഇനി റിപ്പിന്റെ ഒരു ഡ്രോബാക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കൽ R1 R2 അവരുടെ നെറ്റ്വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലേൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ 30 സെക്കൻഡ് കൂടുമ്പോൾ വീണ്ടും ആ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇതിന്റെ ഒരു ഡ്രോബാക്സ്. എവറി 30 സെക്കൻഡ്സ് ഈ നെറ്റ്വർക്ക് ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. ആ അയക്കുന്നതിന് വിളിക്കുന്ന പേരാണ് അപ്ഡേറ്റ് അയക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ലാബ് ടെസ്റ്റ് ചെയ്യാം. ഇവിടെ 3 റൗട്ടർ ഉണ്ട്. ഈ 3 റൗട്ടറിനകത്ത് നമുക്ക് റെസ്പെക്റ്റീവ് നെറ്റ്വർക്ക്സ് ഉണ്ട്. അതിൽ കറന്റ്ലി ഉള്ള ഡീഫോൾട്ട് റൗട്ടിംഗ് റിമൂവ് ചെയ്തിട്ട് നമുക്ക് റിപ്പ് എനേബിൾ ചെയ്ത് നോക്കാം. ലെറ്റ്സ് സേ ഞാൻ R1 റൗട്ടറിനകത്ത് R1 റൗട്ടർ do show run section IP route. അപ്പൊ നമുക്ക് കറന്റ്ലി ഉള്ള റൗട്ടാണ് ഇത്. ഇത് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കണക്റ്റഡ് നെറ്റ്വർക്ക് മാത്രം. റൗട്ടിംഗ് പ്രോട്ടോകോൾ വഴി റിപ്പ് വഴിയാണ് വരുന്നതെങ്കിൽ അതിന് R എന്ന് പറഞ്ഞ് കാണിക്കും. സ്റ്റാറ്റിക് വഴിയാണ് വരുന്നതെങ്കിൽ അതിന് S എന്ന് പറഞ്ഞ് കാണിക്കും. രണ്ടും ഇവിടെ ഇല്ല. അപ്പം റിപ്പ് റൗട്ടിംഗ് പ്രോട്ടോകോളിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയുന്ന നെറ്റ്വർക്കിനെ പബ്ലിഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഡു ഷോ IP-ING കാണാൻ വേണ്ടി. സ്റ്റാറ്റിക് റൗട്ടിംഗ് ആണെങ്കിൽ അറിയാത്ത നെറ്റ്വർക്കിലേക്ക് കോൺഫിഗർ ചെയ്യും. ഡൈനാമിക് റൗട്ടിംഗ് പ്രോട്ടോകോൾ ആണെങ്കിൽ അറിയുന്ന നെറ്റ്വർക്ക് കോൺഫിഗർ. അപ്പൊ നമുക്കിവിടെ 3 നെറ്റ്വർക്കാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി റൗട്ടർ പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുക. ഇവിടെ യൂസ് ചെയ്ത് ഒരുപാട് റൗട്ടിംഗ് പ്രോട്ടോകോൾ കാണാൻ പറ്റും. അതിലൊന്നാണ് റിപ്പ്. നെറ്റ്വർക്ക് അറിയുന്ന നെറ്റ്വർക്ക് 172.16.22.0 നെറ്റ്വർക്ക് 10.0.0 നെറ്റ്വർക്ക് 11.0. Do show IP. ഇപ്പോഴും ഇതിനകത്തൊന്നും വന്നിട്ടില്ല. കാരണം ഇതിന്റെ ഫാർ എൻഡ്, അതായത് R2നകത്ത് നമ്മൾ റിപ്പ് കോൺഫിഗർ ചെയ്യണം. ലെറ്റ്സ് സേ R2 do show IP route. ഇതിനകത്ത് ഇപ്പോൾ റൗട്ടിംഗ് ഒന്നും വന്നിട്ടില്ല. do show IP-INT brief. Router with network 20.0, network 22.0, network 23.0, network 10.0. നമ്മൾ അറിയാവുന്ന എല്ലാ നെറ്റ്വർക്കും കോൺഫിഗർ ചെയ്തു. ഷോ IP റൗട്ട് R എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഷോ IP റൗട്ട് റിപ്പ് എന്ന് പറയുന്നത്. R2 അറിയാത്ത R1ന്റെ സൈഡിലേക്കുള്ള 2 നെറ്റ്വർക്ക് ഇവിടെ വന്നിട്ടുണ്ട്. 170.16 11. ഓക്കെ, നമുക്ക് R3യും കൂടെ കോൺഫിഗർ ചെയ്യാം. 3 റൗട്ടറും കൂടെ കോൺഫിഗർ ചെയ്യാം. അപ്പം R3 റൗട്ടറിനകത്ത് കയറിയിട്ട് ഷോ IP റൗട്ട്. R3കകത്ത് ഇപ്പോൾ ഒരു ഡിഫോൾട്ട് റൗട്ടിംഗ് ഉണ്ട്. ഷോ റൺ സെക്ഷൻ IP റൗട്ട്. ഈ സെക്ഷൻ കമാൻഡ് പാക്കറ്റ് ട്രേസറിനകത്ത് വർക്ക് ചെയ്യില്ല കേട്ടോ. റിമൂവ് ചെയ്തു. റൗട്ടർ നെറ്റ്വർക്ക് 20.0, നെറ്റ്വർക്ക് 32.0, നെറ്റ്വർക്ക് 32.0.
ഇനി ഈ റൗട്ടറിന്റെ ഡു ഷോ IP പ്രോട്ടോകോൾസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സെൻഡിങ് അപ്ഡേറ്റ് ഓൺ എവറി 30 seconds. എല്ലാ 30 സെക്കൻഡ് കൂടുമ്പോഴും അപ്ഡേറ്റ് ആക്കി. ആ സെക്കൻഡ്സ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഷോ IP ഇവിടെ കാണുന്നത് 23 seconds ആണ്. 23 seconds ആണ്. 17 സെക്കൻഡ്. ഇങ്ങനെ അത് ബാക്കോട്ട് വരും. അങ്ങനെ ഇത് 0 സെക്കൻഡ് ആകുമ്പോൾ 9 സെക്കൻഡായി. 0 സെക്കൻഡ് ആകുമ്പോൾ അടുത്ത അപ്ഡേറ്റ് വരും. ഒരു റൗട്ടർ റിസീവ് ചെയ്ത അപ്ഡേറ്റിനെ 180 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യും. 180 സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ടൈം. 30 സെക്കൻഡ് എന്ന് പറയുമ്പോൾ 6 × 3 = 180. അത് കണ്ടിന്യൂ ആയിട്ട് 6 അപ്ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യും. അപ്പൊ ഇത് 180 ബാക്കോട്ട് 179 178 എന്നിട്ട് ബാക്കോട്ട് വരും. ബാക്കോട്ട് വന്നിട്ട് 30 സെക്കൻഡ്, അതായത് 180 30 എന്ന് പറയുമ്പോൾ 150 ആകുമ്പോൾ അടുത്ത 30 സെക്കൻഡ് അപ്ഡേറ്റ് വരും. അപ്പൊ ഇത് വീണ്ടും തിരിച്ച് 180 തന്നെ മാറും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. ഇവിടെ ഡു ഷോ IP റിപ്പ് എന്ന് പറഞ്ഞിട്ട് ഫിൽട്ടർ ചെയ്യാം. ഇതിൽ കണ്ടോ, റിപ്പ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്വർക്കുകൾ വന്നിട്ടുണ്ട്. ശേഷം റിപ്പിന് ശേഷം 2 വാല്യൂ കാണാം നമുക്ക്. ഒന്ന് 120, എല്ലായിടത്തും 120 എന്ന് പറഞ്ഞിട്ട് കാണുന്നു. അതിനുശേഷം ചിലടത്ത് 1, ചിലടത്ത് 2 എന്നൊക്കെ കാണുന്നു. അപ്പൊ അതെന്താന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. ഡു പിങ് 11 11 11 11. റീച്ചബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇതില് let's say റിപ്പ് റിപ്പിന്റെ 120 എന്ന് പറയുന്നത് AD എന്നാണ് പറയുക. AD എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്റ്റൻസ്. AD is used to identify best path. Lowest AD is best. ഓരോ റൗട്ടിംഗ് പ്രോട്ടോക്കോളിലും ഒരു AD ഉണ്ട്. ഉദാഹരണത്തിന് ഇതെന്റെ R1. ഓക്കെ, ഇനി ഇവിടുന്ന് R2 പോവാൻ എനിക്ക് 2 പാത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിൽ ഞാൻ റിപ്പും കോൺഫിഗർ ചെയ്തു, ഇതിൽ ഞാൻ സ്റ്റാറ്റിക്കും കോൺഫിഗർ ചെയ്തു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന എൻ്റെ ഒരു ക്ലയന്റ്, ഒരു സിസ്റ്റം ഇങ്ങോട്ട് വരണം. അപ്പൊ ഇത് എൻ്റെ PC1 റൗട്ടറിലേക്ക് വന്നു. റൗട്ടറിൽ നോക്കുമ്പോൾ ഈ വഴിയുണ്ട്, ഇതുണ്ട്. ഇതിൽ ഏത് വഴി സെലക്ട് ചെയ്യും? അപ്പൊ ആദ്യം ഇത് നോക്കുന്നത് ഏത് റൗട്ടിംഗ് മെത്തഡാണ്. ഇത് റിപ്പ്, ഇത് സ്റ്റാറ്റിക്. റിപ്പിന്റെ AD 120, സ്റ്റാറ്റിക്കിന്റെ 1. അപ്പൊ അത് ഇങ്ങനെ പോകും. ലോവസ്റ്റ് AD ആണ് ബെസ്റ്റ്. ഓരോ റൗട്ടിംഗ് പ്രോട്ടോക്കോളിലും ഓരോ AD ഉണ്ട്. OSPF ആണെങ്കിൽ OSPF റൗട്ടിംഗ് പ്രോട്ടോകോൾ 110. അങ്ങനെ ഓരോന്നിനും ഓരോ AD. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന AD. അപ്പൊ റിപ്പിനകത്ത് 120 എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി ലെറ്റ്സ് സേ ഞാൻ 2 വഴി കൂടിയും റിപ്പാണ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ AD-യും 120, ഇവിടുത്തെ AD-യും 120. ഓക്കെ, അതായത് എനിക്ക് R1, R2, R3 3 റൗട്ടറുകളും ജനിക്കാം. ഇതാണ് എൻ്റെ PC0. ഇവിടെയാണ് എൻ്റെ PC1 ഉള്ളത്. എനിക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് PC1
എനിക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട്, പ്ലസ് ഇങ്ങനെ ഒരു പാത്ത് ഉണ്ട്. ഓക്കെ, ഈ വഴിയും ഞാൻ റിപ്പാണ് കോൺഫിഗർ ചെയ്തത്, ഈ വഴിയും റിപ്പാണ് കോൺഫിഗർ ചെയ്തത്. അപ്പൊ AD എന്തായി? 120 മാച്ച്. അപ്പൊ AD മാച്ച് ആകുമ്പോൾ അടുത്ത് നോക്കുന്നതാണ് മെട്രിക്. ലോവസ്റ്റ് മെട്രിക് ആണ് ബെസ്റ്റ്. മെട്രിക് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തഡോളജി. ഓരോ റൗട്ടിംഗ് പ്രോട്ടോക്കോളിലും ഓരോ വാല്യൂ ആണ് മെട്രിക് ആയിട്ട് വരിക. അപ്പം മെട്രിക് ഓഫ് റിപ്പ് എന്ന് പറയുന്നത് ഹോപ്പ് കൗണ്ട് ആണ്. ഹോപ്പ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗട്ടറിന്റെ എണ്ണമാണ്. റിപ്പ് സപ്പോർട്ട് മാക്സിമം 16 റൗട്ടേഴ്സ്. അപ്പൊ ഒരു 16-ൽ കൂടുതൽ റൗട്ടറുള്ള ഒരു ഡിസൈൻ ആണെങ്കിൽ റിപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ വേറെ ഏതെങ്കിലും റൗട്ടിംഗ് പ്രോട്ടോകോൾ യൂസ് ചെയ്യണം. ഇതിന്റെ ഹോപ്പ് കൗണ്ട് നമ്മൾ പറയുന്നത് 0 to 15. ഇത് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇത് കൗണ്ട് ചെയ്യും. ഇത് 0, ഇത് 1, ഇത് 2. അപ്പൊ മേലത്തെ പാത്ത് കൂടെ പോവുകയാണെങ്കിൽ 120/2. താഴത്തെ പാത്ത് കൂടെ വരുവാണെങ്കിൽ ഇത് 0, ഇത് 1. അപ്പൊ ഇത് 120/1. അപ്പൊ ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ AD നോക്കും. ഇതിന്റെ ADയും ഇതിന്റെ ADയും മാച്ച്. AD ഡിഫറെന്റ് ആണെങ്കിൽ ലോവസ്റ്റ് AD ഉള്ള പാത്ത് ബെസ്റ്റ്. AD മാച്ച് ആകുമ്പോൾ അടുത്തത് മെട്രിക് നോക്കും. ഇത് 2, ഇത് 1. ഈ 2ഉം 1ഉം വരാൻ കാരണം റിപ്പിന്റെ മെട്രിക് ഹോപ്പ് കൗണ്ട് ആണ്. ഈ ഹോപ്പ് കൗണ്ട് ഫൗണ്ട് ചെയ്യാം. ഹോപ്പ് കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗട്ടറിന്റെ എണ്ണീറ്റ് പോവാം. ഓക്കെ, അപ്പൊ ഇവിടുത്തെ 1100 നെറ്റ്വർക്ക് ഇവിടെ കാണിക്കുമ്പോൾ ഈ പാത്താണ് കാണിക്കുന്നത്. ഇനി നമ്മുടെ ഡിസൈൻ എങ്ങനെയാണ്? നമ്മുടെ ഡിസൈനകത്ത് നമുക്ക് 3 റൗട്ടർ ഉണ്ട്, R1, R2, R3. നമ്മളിവിടെ റിപ്പാണ് കോൺഫിഗർ ചെയ്തത്. ഉദാഹരണത്തിന് എനിക്കിവിടെ 11 നെറ്റ്വർക്ക്. ഇത് R3-കകത്ത് കാണുമ്പോൾ എങ്ങനെ കാണും? റിപ്പ് 11.0.0.0/8 120 റിപ്പ് സ്ലാഷ് ഇത് 0, ഇത് 1, ഇത് 2. അപ്പൊ എത്ര കാണിക്കും? വയ വന്ന വഴി. ഇതേ R3-കകത്ത് എനിക്കിവിടെ ഒരു 22 നെറ്റ്വർക്ക് ഉണ്ട്. അതേ R3-കകത്ത് റിപ്പ് എന്ന് പറഞ്ഞിട്ട് 22 നെറ്റ്വർക്ക് കാണിക്കും /8 റിപ്പ് വഴി വന്ന്. പക്ഷെ മെട്രിക് ഇവിടുന്ന് കാണിക്കുമ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നുണ്ട് ഇത് 0, ഇത് 1. അപ്പൊ ഇതിന്റെ /1. ഇങ്ങനെയാണ് കാണിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. R3-കകത്ത് ഇതാണ് R3 ഷോ IP റൗട്ടർ. ഈ R3-കകത്ത് നോക്കിയേ 11 നെറ്റ്വർക്ക് എത്ര കാണിക്കുന്നു? 2 വന്നത് R2 വഴി. അതേസമയം 22, 23 R2-യുടെ നെറ്റ്വർക്ക് കൊണ്ടുണ്ട് 1 ആണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ബെസ്റ്റ് പാത്ത് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ റിപ്പിന്റെ ബെസ്റ്റ് പാത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹോപ്പ് കൗണ്ട്. ലോവസ്റ്റ് ഹോപ്പ് കൗണ്ട് ആണ് ബെസ്റ്റ് പാത്ത്. ഹോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൗട്ടർ, കൗണ്ട് എന്ന് പറഞ്ഞാൽ കൗണ്ട് ചെയ്യും. അപ്പൊ റൗട്ടറിന്റെ എണ്ണുക. ഏത് വഴി കൂടിയാണോ റൗട്ടറിന്റെ പാത്ത് കുറവ് കാണുന്നത് ആ വഴിയാണ് ബെസ്റ്റ്. ഇനി ചിലപ്പോ 2 പാത്തിന്റെ, ഒരു പാത്തിന്റെ ബാൻഡ്വിഡ്ത്ത് കൂടുതലും ഒരു പാത്തിന്റെ ബാൻഡ്വിഡ്ത്ത് കുറവുമാണെങ്കിൽ ഇത് ബാൻഡ്വിഡ്ത്തിലൊന്നും നോക്കില്ല. ഇത് റൗട്ടറിന്റെ എണ്ണീറ്റ് ഏത് റൗട്ടറിന്റെ വഴിയാണ് പോകുമ്പോഴാ കുറവ് റൗട്ടർ കിട്ടുക, അതാണ് ബെസ്റ്റ് പാത്തായിട്ട് ഡിഫൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഡിഫൈൻ ചെയ്തത് സ്റ്റാറ്റിക് ഡിഫോൾട്ട് റൗട്ടിംഗും റിപ്പിന്റെ ഹോപ്പ് കൗണ്ട് ഫൈൻഡ് ചെയ്യുക, റിപ്പ് കോൺഫിഗർ ചെയ്യുക. ഓക്കെ, അപ്പം ഹോപ്പ് യു എൻജോയ് ദ സെഷൻ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. Thank you and have a good day from CML Infotech.